നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ ചൂടൊക്കെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു വരുന്നു അല്ലേ? ഇനി ചൂടാവണമെങ്കിൽ മെയ് 4 ആവണം. പക്ഷെ എന്നാലും അതിനിടയ്ക്ക് നമുക്ക് ചർച്ചകൾ ധാരാളം നടത്താനുള്ള സാധ്യത ഒരു മാസം നമുക്ക് ഒരു മാസം നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ പലവട്ടം എല്ലാവരും ജയിക്കും. ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പൊ ഈ സമയത്താണ് കേരളത്തിന്റെ അസംബ്ലി ഉണ്ടെങ്കിൽ ഒരു 300-350 മെമ്പേഴ്സ് ഉണ്ടാവും. കാരണം എല്ലാവരും ജയിക്കുമല്ലോ. കാരണം മെയ് 4 തീയതി വരേക്കും നമുക്ക് എല്ലാവരും ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാനുള്ള നല്ല സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ശുഭാപ്തി വിശ്വാസിക്കാനുള്ള അതാണ്, അതിന് വലിയൊരു അവസരമുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസ് ഇത്തവണ ഇന്ന് പറഞ്ഞിട്ടുണ്ട് 88 തുടങ്ങിയിട്ട് 100 സീറ്റ് വരെ കിട്ടുന്ന പറഞ്ഞു. അപ്പൊ 100 സീറ്റ് കിട്ടില്ല എന്ന് അവരിന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ 100 സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഇനി 88 സീറ്റാണ് കിട്ടുക എന്നുള്ളതാണ് ഇവർ പറയുക. ഈ 88 സീറ്റ് കിട്ടുമ്പോൾ ഞാൻ കണക്ക് നോക്കിയ സമയത്താണ് മനസ്സിലാവുന്നത് എറണാകുളം ജില്ലയിൽ അവർക്ക് 14 സീറ്റ് കിട്ടണം. 14 സീറ്റ് അവർക്ക് കിടന്ന കിട്ടൂല. അവർ സാധാരണ ഒരു മട്ടാഞ്ചേരി കൊച്ചി അവർ ജയിക്കാൻ സാധ്യത കുറവാണ്. അവരെ സംബന്ധിച്ച് മറ്റേ പല മണ്ഡലങ്ങളിൽ അവർക്ക് ജയിക്കാൻ സാധ്യത കുറവാണ്. തൃപ്പൂണിത്തുറ പോലും ഉറപ്പില്ല. അപ്പം അങ്ങനെ ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളൊക്കെ ചേർത്തിട്ടാണ് അവർ 88, 100 അവർ എത്തിക്കുക. അപ്പോൾ ഇത് ഒരു ജില്ലയിൽ മാത്രം 4-5 സീറ്റിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കേരളത്തിൽ 10 ജില്ലയിൽ 50 സീറ്റ് വരെ കുറയും. ചെറിയ കളിയല്ല. അങ്ങനെ വരാവുന്നതിൽ ഇവർക്കൊരു എക്സംഷൻ വരാവുന്നത് ചിലപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ വേണ്ടി വരാം. മലപ്പുറം ജില്ലയിൽ എങ്ങനെ വന്നാലും അത് മുസ്ലിം ലീഗിന് കിട്ടുന്ന സീറ്റ് വോട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ്, അവർ ജയിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊന്നും അങ്ങനെ സാധ്യതയില്ല. ഇവിടെ പത്തനംതിട്ട പോലെ അവർ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. പത്തനംതിട്ട കുറഞ്ഞു, ഇവിടെ കോട്ടയം കുറഞ്ഞു. പല സ്ഥലത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചാഞ്ചാട്ടവും ഉണ്ട്. ഇപ്പം ഈ സാറ് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് ചെന്നാൽ മുമ്പ് അവർക്കൊരു ഓപ്ഷൻ ഇല്ല, കോൺഗ്രസ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് ജനങ്ങൾ മാറി ചിന്തിക്കുന്നവരുണ്ട്. ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് പേഴ്സണലി ഇപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് നമുക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ് കുറേ ആളുകൾക്ക് ആ ഒരു കൊണ്ടുവന്നിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറുന്ന അവര് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ ക്രിസ്ത്യാനി, ഞാനിടയ്ക്ക് ഒരു ഡിസ്കഷനിൽ പറഞ്ഞു, ക്രിസ്ത്യാനി വേറെ സഭ വേറെ. സഭയ്ക്ക് മാറ്റം വേണം നിർബന്ധമില്ല, പക്ഷെ ക്രിസ്ത്യാനിക്ക് മാറ്റം വേണം. കാരണം ക്രിസ്ത്യാനിക്ക് ജീവിക്കണ്ടേ. അത് ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, സർവ്വസാധാരണക്കാർ ഈ നാട്ടിൽ ജീവിക്കണം. ആ ജീവിക്കണം തന്നെ ഈ മാറ്റം വേണം. ദീർഘകാലമായിട്ട് കേരളത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഒറീസ ആണെങ്കിലും ഒക്കെ ആ സംസ്ഥാനങ്ങളൊക്കെ വളരുന്നതായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൻ്റെ വളർച്ച വളരെ തുലവും താഴെയാണ്. കാരണം കേരളം ഒരു സമയത്ത് വിദ്യാഭ്യാസ രംഗത്ത്, വാണിജ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്തൊക്കെ കേരളം നമ്പർ 1 ആയിരുന്നു. ആ നമ്പർ 1 ആയിരുന്ന കേരളം ഇന്നിപ്പോൾ നമ്മൾ ഒറ്റ കാര്യത്തിൽ ഇപ്പം നമ്പർ 1 ഉള്ളൂ. കേരളത്തിലെ യുവാക്കളെയൊക്കെ നമ്മൾ പുറത്തേക്ക് അയക്കും. മൈഗ്രേഷൻ എണ്ണത്തിലാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ പുറത്തേക്ക് അയച്ചത് 3.5 ലക്ഷം പേരെയാണ് നമ്മൾ പുറത്തേക്ക് അയച്ചത്. ഞാനിപ്പോൾ അതിനെ പോലെയുള്ള ഇപ്പോൾ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ഇലക്ഷൻ മത്സരിച്ച സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം തോന്നുന്നത് ഈ ചെറുപ്പക്കാരെ എങ്ങനെയാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് അയക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് പഠിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ അവർക്ക് നിൽക്കാൻ സാധിക്കാത്തത്? കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവാണോ? ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏകദേശം ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കയ്യിൽ തന്നെ ഏകദേശം 2 കൂടി ചേർത്ത് 10,000 വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ക്രൈസ്തവരുടെയും സർക്കാരിനും കൂടി ചേർത്തുണ്ട്. അത് 10,000-16,000 എഡ്യൂക്കേഷൻ സ്ഥാപനമുണ്ട് കേരളത്തിലുണ്ട്. പക്ഷെ എന്നിട്ടും കേരളത്തിലെ യുവാക്കൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ അറൗണ്ട് 4-4.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ 4.5 കോടി ജനങ്ങളിൽ ഒരു 50 ലക്ഷം 60 ലക്ഷമാണ് യുവാക്കളായിട്ട് വരുന്നവരുള്ളത്. അവരിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ കേരളത്തെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു അതിൽ, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ മുതിർന്നവരാണ്. 30+ എണ്ണം വളരെ കുറവാണ്. 30-40 വരെയുള്ളവരുടെ എണ്ണം കുറവാണ്. ഈ വോട്ടേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് യുവാക്കളെ എന്താ പറയുക, എനിക്കൊന്നും 10% ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അത്രയും കുറവായിരുന്നു. ഉള്ള എല്ലാം ആരെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ 80% ഒക്കെ ഇത്തവണ ഉണ്ടായിരുന്നു എന്ന് പറയണു. ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ ഈ ഒന്നെങ്കിൽ ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഉള്ളത് സീനിയർ സിറ്റിസൺസ് മാത്രമാണ്. അതിലിപ്പോ ഏറ്റവും കുറച്ച് നമുക്ക് ഈ വോട്ട് കുറഞ്ഞ 2 ജില്ലകളൊന്നും പരിശോധിക്കുന്നതല്ലാണ്. ഒന്ന് പത്തനംതിട്ട ജില്ല, രണ്ടാമത്തെ കോട്ടയം ജില്ല. ഈ 2 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണ്.
അവരുടെ യുവാക്കളാണ് ഏറെ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഈ പുറത്തേക്ക് പോയതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. ഈ 2 ജില്ലയിലെ കുറഞ്ഞ്. അതേ സമയത്ത് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ വോട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം 80% ആയി എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 75 എന്ന് വെച്ചാൽ 4.5% വോട്ടാണ് വർദ്ധിച്ചത്. ഇത് സാധാരണ നിലയ്ക്ക് വോട്ടിന്റെ വർധനവാണോ? അല്ല. എനിക്ക് നല്ല എക്സാമ്പിൾ, ഞാൻ താമസിക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലം എടുത്തു നോക്കിയാൽ മതി. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 1,57,000 പേരാണ് വോട്ട് ചെയ്തത്. ഇപ്രാവശ്യം 1,53,000 വോട്ട് ചെയ്തിട്ടുള്ളൂ. അത് കുറഞ്ഞു. പക്ഷെ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതിന് കാരണം ഈ ഇടയ്ക്ക് കാലത്ത് വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇല്ലാത്ത ആളുകളുടെ പേരുകളൊക്കെ വെട്ടിയല്ലോ. ആ വെട്ടില് വന്ന സമയത്ത് നമ്പർ കുറഞ്ഞു. ആ നമ്പർ കുറഞ്ഞ സമയത്താണ് 80%, 79.5% വരുന്നത്. അപ്പം സാധാരണ പഴയ കണക്കാണെങ്കിൽ 75% താഴെ പോളിംഗ് നടന്നിട്ടുള്ളൂ. ഇത് കേരളത്തിൽ മൊത്തം അങ്ങനെയാണ്. മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലും ഉള്ള ആളുകളുടെ വോട്ടേഴ്സിന് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടേഴ്സിന് എണ്ണം കുറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ യുവാക്കൾ സ്ഥലത്തില്ലാത്തവർക്ക് വോട്ടുണ്ട്. അവരാരും വോട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ചെയ്ത വോട്ടിൻ്റെ എണ്ണം മൊത്തം കേരളത്തിൽ കണക്കെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടിൻ്റെ എണ്ണം കുറവാണ് ഇപ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോളിംഗ് കൂടിയെന്നൊക്കെ പറയുന്നത് നമ്മൾ ചില കണക്കുകൾ ഉണ്ടാക്കുകയാണ്. കേരളം അങ്ങനെ വളരെ മലയാളിക്ക് വളരെ ഉദ്ബുദ്ധരാണ് മലയാളികൾ, പ്രബുദ്ധരാണ് മലയാളികൾ. അതുകൊണ്ട് കേരളത്തിൽ 80% പോളിംഗ് നടന്നു. ഇതൊക്കെ ഒരു കാപട്യത്തിൻ്റെ കണക്കാണ്. ഈ സംസ്ഥാനത്ത് ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ വലിയ ലക്ഷണമായിട്ടാണ് ഇത്തരം കണക്കുകളെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലേ? എനിക്ക് ഒരു പക്ഷേ അതിനെ സംബന്ധിച്ച് ഏറ്റുമാനൂർ അടക്കമുള്ള അനുഭവങ്ങൾ ചിരിക്കാതായിരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ രംഗത്തൊക്കെ തന്നെ ഒരു സമയത്ത് ചെറുപ്പക്കാർ ഉണ്ടായിരുന്നോ? ചെറുപ്പക്കാർ കേരളത്തിലില്ല. കേരളം ഏകദേശം ഒരു വൃദ്ധ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പരിപാടി കേൾക്കുന്നവർ ആവറേജ് പ്രായം എത്രയാണ്? ഇലക്ഷൻ നിന്ന പോലെ തന്നെയാണ്. ഇലക്ഷൻ നിന്ന പോലെയാണ്. ഇപ്പം ഞാനത് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു, ഈ പഴയ കാലത്ത് ചെറുപ്പക്കാരിൽ ബാലകൃഷ്ണപിള്ള 25 വയസ്സിൽ കേരളത്തിന്റെ MLA ആയി. രമേശ് ചെന്നിത്തല 26 വയസ്സിൽ MLA ആയി. ഏകദേശം ഉമ്മൻചാണ്ടി ആ സമയത്ത് MLA ആയി. ഈ പറയുന്ന ആളുകൾക്കൊക്കെ 25-26 വയസ്സിൽ MLA ആവാം. ഇന്നിപ്പോൾ നമുക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തോ 25 വയസ്സുള്ള ഒരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നില്ല. കാരണം യുവാക്കൾക്ക് സ്ഥാനമില്ല അവിടെയൊന്നും. അവിടെയൊക്കെ യുവാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് പ്രായമാവാറായിട്ടുള്ള രാഹുൽ ഗാന്ധി ചെറുപ്പക്കാരൻ. വയസ്സ് എത്ര? 60. അത് കേരളത്തിന്റെ സാധാരണ പറയാറുണ്ട്, കേരളത്തിന്റെ യുവകവിയായിരിക്കുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് വയസ്സ് എത്ര? 67, 68 ആണ്. ഇതാണ് യുവകവി. നമ്മള് യുവാക്കൾ ഇപ്പൊ ഒരു യുവകലാ സാഹിതി ഉണ്ട്. അതിന് സംസ്ഥാന അധ്യക്ഷത്തോടെ കേരളത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു, തൃശ്ശൂര്. അയാളുടെ പേര് ആലങ്കോട് ലീലാകൃഷ്ണൻ. യുവകലാ സാഹിത്യ സംസ്ഥാന അധ്യക്ഷനാ. വയസ്സ് എത്രയാ? 60. ഈ തരത്തിൽ കാപട്യങ്ങൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വളരെ വളരെ വ്യാപകമാണ്. ഇത് കേരളത്തെ പിന്നാക്കം നയിക്കുന്നുണ്ട്. എൻ്റെ പലപ്പോഴും റീഡിങ് തോന്നിയിട്ടുള്ളത്, കേരളത്തിലെ യുവാക്കൾക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കണം. കേരളത്തിലെ യുവാക്കൾ രംഗത്ത് വരണം. ഒരു കേരളത്തിൻ്റെ ഒരു തനിമ തിരിച്ചെടുക്കണമെങ്കിൽ മലയാളിയുടെ ഒരു തനിമയുണ്ട്. ഈ മലയാളി തനിമ നഷ്ടപ്പെട്ടു പോയി. നമ്മളിന്നിപ്പോൾ വിദേശികളെ കേവലം ആശ്രയിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സംസാരത്തിൽ പറയാറുണ്ട്, കേരളത്തിൻ്റെ തനിമ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ട്? കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ, ഒന്ന് തെങ്ങ്. അതുകൊണ്ടാണ് കേരളം എന്നുള്ള പേര് വന്നത്. കേരം തെങ്ങുന്ന നാടാണ് കേരളം. പഴയകാലത്തിന് മുദ്രാവാക്യം നമ്മൾ വിളിച്ചിരുന്നു, കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ നിന്ന് ഇന്നിപ്പോൾ തെങ്ങില്ല കേരളത്തിൽ. തെങ്ങ് മിക്കവാറും മാറിയിട്ട് അവിടേക്ക് ഫ്ലാറ്റ് വന്നു. അപ്പൊ തെങ്ങ് മിക്കവാറും ഇല്ലാണ്ടായി. രണ്ടാമത്തെ ഒരു സാധനമായിരുന്നു നെല്ല്. ഈ നെല്ലിനെ കുറിച്ച് വളരെ രസകരമായ സംഭവമുണ്ട്. VS അച്യുതാനന്ദൻ പണ്ട് ഈ നെൽപ്പാടങ്ങളിൽ മറ്റ് കൃഷികൾ, നാണ്യവിളകൾ ഇറക്കുന്നതിനെതിരെ സമരം ചെയ്തു. അപ്പം ഞാനൊരു താല്പര്യമുള്ള എൻ്റെ പേരിൽ അന്നൊരു കണക്കെടുത്തിരുന്നു. 10 ലക്ഷം ഹെക്ടർ സ്ഥലമായിരുന്നു കേരളത്തിൽ ഈ പറയുന്ന നെൽപ്പാടം കേരളത്തിലുണ്ടായിരുന്നു. അത് 3 ലക്ഷം ആയപ്പോഴാണ് ഈ പുള്ളി സമരം നടത്തിയത്. ഇത് കാപട്യമാണ് VS അച്യുതാനന്ദൻ്റെ. എന്ന് വെച്ചാൽ 3 ലക്ഷം ഹെക്ടർ ഭൂമിയായിട്ട് കേരളത്തിലെ കൃഷി നെൽപ്പാടങ്ങൾ കുറഞ്ഞിരുന്നു. ആ സമയത്തേക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അരിയുടെ കലവറയായിരുന്നത് പാലക്കാടായിരുന്നെങ്കിൽ 2ാം സ്ഥാനം കുട്ടനാടിനായിരുന്നു. എന്താ കുട്ടനാടിൻ്റെ അവസ്ഥ? അവിടെ നെല്ലില്ല. എന്നിപ്പോൾ നെല്ല് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് നെൽപ്പാടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് VS അച്യുതാനന്ദൻ പണ്ട് സമരം നടത്തിയത്. അതിനെക്കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്തായിരിക്കുന്ന ആളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ബാലകൃഷ്ണനാണ്, K ബാലകൃഷ്ണൻ, ദേശാഭിമാനിയുടെ പത്രാധിപരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങളായിരിക്കുന്ന നെല്ലും
തെങ്ങും മൂന്നാമത് വരുന്ന മത്സ്യം. ഈ 3 സാധനം കേരളത്തിലില്ല. ഇതിനെല്ലാം പരിപോഷിപ്പിക്കേണ്ട യുവാക്കന്മാര് അവർ കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് കേരളം ഒരു വൃദ്ധ സംസ്ഥാനമായിട്ട് മാറ്റുന്ന കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇതൊരു കേരളത്തിൻ്റെ പതനത്തിൻ്റെ ലക്ഷണമാണ്. കേരളത്തെ ആര് വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പതനം വരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ സബ്ജക്ട്സ് പഠിക്കേണ്ടത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അനിവാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും.